ഹായ് എവരിവൺ, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈയിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം, ആ പ്രോഡക്ട്സിനെ എങ്ങനെ നമ്മൾ കളക്ഷനിലോട്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഷോപ്പിഫൈയിൽ വരുമ്പോൾ നമുക്ക് ഷോപ്പിഫൈയിൽ പ്രോഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഒരു കാറ്റഗറി വരുന്നത് ഈ പ്രോഡക്ട്സിന്റെ ഓപ്ഷനിലാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഷോപ്പിഫൈ തരുന്ന ഡീഫോൾട്ട് ആയിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് മാനുവലി ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രോഡക്ട്സ് ആഡ് ചെയ്യാൻ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിൽ ആദ്യം മാനുവലി നമുക്കൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ് ഷോപ്പിഫൈയുടെ ഡീഫോൾട്ട് ഓപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ആഡ് പ്രോഡക്ട്സ് കൊടുക്കാം. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. മെൻ വൈറ്റ് ടീഷർട്ട്, ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചാറ്റ് GPT ഇതേപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ, ഒരു എക്സാക്ട്ലി ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു ഒരു മീൻസ് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ഒരു ഡെമോയ്ക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നിങ്ങൾ എഴുതുമ്പോൾ അത്യാവശ്യം നല്ല നോക്കിയിട്ട് എഴുതുക. ചാറ്റ് GPT തരുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒന്ന് വെരിഫൈ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പ്രോഡക്റ്റ് ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ ഇവിടെ ഇത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇമേജസ്, മീഡിയാസ് ആഡ് ചെയ്യാം. ഇമേജസ് നിങ്ങൾക്ക് ജിഫ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരു പ്രോഡക്ട്സ് നിങ്ങൾക്ക് ജിഫ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമേജസ് ആയിട്ട് ആഡ് ചെയ്യാം. PNGയും JPEGും അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അതാണ്. MP4 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. മീഡിയ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് പ്രൈസ് കൊടുക്കാം. മേ ബി ഞാനിതൊരു 999 റുപ്പീസിന് ഇടുകയാണ്. ഇപ്പോൾ ഒരു കമ്പയർ പ്രൈസ് കൊടുക്കാം. കമ്പയർ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്ലാഷ് ചെയ്ത് വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, MRP എന്ന് നമ്മളിപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ MRP ആണ് കമ്പയർ പ്രൈസ് എന്ന് പറയുന്നത്. കമ്പയർ പ്രൈസ് ഒരു 1300 റുപ്പീസിന് ഇടുകയാണ്. ഇപ്പോൾ യൂണിറ്റ് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു യൂണിറ്റ് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ അത് വേണമെങ്കിൽ അത് കൊടുക്കണമെന്നില്ല, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി ഞാൻ ഒരു 100 ക്വാണ്ടിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. അപ്പോൾ ഷോപ്പിഫൈ തന്നെ ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുത്ത ഈ ഒരു ഡിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട് ഇപ്പോൾ അവരിങ്ങനെ കുറച്ച് ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. ഒരു കാറ്റഗറി, മെറ്റാഫീൽഡ് കാറ്റഗറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അത് നോക്കണ്ട, അത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് വേരിയൻസ് ആണ്. ഇപ്പോൾ മേ ബി ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സിന് നമുക്ക് ഒരു 5 സൈസ് വേരിയൻസ് ഉണ്ട്. അപ്പോൾ ആ സൈസ് വേരിയൻസ് നമുക്കിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഓപ്ഷൻസ് വരും. ഇപ്പോൾ നമുക്ക് മീഡിയം ഉണ്ട്, L ഉണ്ട്, XL ഉണ്ട്, 2XL ഉണ്ട്, 3XL ഉണ്ട്. ഓക്കെ, ഒരു 5 സൈസ് വേരിയൻസ് നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഓരോ സൈസ് വേരിയൻസിനും നമുക്ക് ഓരോ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഓരോ സൈസ് വേരിയൻസിനും നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ഇമേജസിൽ തന്നെ ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇമേജസ് അസൈൻ ചെയ്യുകയാണ്. മേ ബി നിങ്ങൾക്ക് 2-3 സൈസ് അല്ലാതെ 2-3 കളർ വേരിയൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വൈറ്റിൻ്റെയോടൊപ്പം വേറെയും കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പം ബ്ലൂവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് വൈറ്റ് ടീഷർട്ടിൻ്റെ മാത്രമാണുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഈ സൈസ് വേരിയൻസ് ഈ ഇമേജസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇത്രയും ഒരുമിച്ച് ഓരോന്നായിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ഈ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ആഡ് ഇമേജ് കൊടുത്താൽ മതി. ആ പർട്ടിക്കുലർ ഇമേജ് അവിടെ നമുക്ക് എല്ലാ വേരിയൻസിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമുക്കൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. എക്സാക്ട്ലി നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് പോയപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു സാമ്പിൾ ബോക്സിൻ്റെ ഒരു ഡയമെൻഷൻസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങളിപ്പോൾ ഈ ഒരു ഷിപ്മെൻറ്റ് കമ്പനീസുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരിവിടെ ഒരു സാമ്പിൾ ബോക്സിൻ്റെ നമ്മളൊരു എക്സാക്ട്ലി ഒരു പ്രോഡക്റ്റ് പോണതിൻ്റെ ഒരു ബോക്സിൻ്റെ ഡയമെൻഷൻസ് അവിടെ സെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള അപ്പോൾ നമ്മളിപ്പോൾ സാമ്പിൾ ബോക്സിൻ്റെ ഡയമെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വെയിറ്റും എത്രയാണെന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ മേ ബി ഇതിനൊരു 0.2 ആണ്, ഒരു 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 0.3 കൊടുക്കാം. ഇത് 300 ഗ്രാമാണ് വെയിറ്റ് എങ്കിൽ 300.3 കൊടുക്കുക. kg നിൽക്കുന്നുണ്ട് 3 കൊടുക്കുക. ആക്ച്വലി ഇത് നിങ്ങൾ ഷിപ്മെൻറ്റ്സ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ
കൊറിയറുമായിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ ഇത്രയും ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടാണ് ഒരു ഷിപ്മെൻറ്റ് കറക്റ്റായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഓരോ പ്രോഡക്ട്സും നിങ്ങളുടെ ബോക്സ് പാക്കേജസും നിങ്ങളുടെ വെയിറ്റും എക്സാക്ട്ലി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊറിയർ പാർട്ട്നേഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈസി ആയിരിക്കും. അവിടെ നിങ്ങൾ ഓരോ ഓർഡർ വരുമ്പോഴും നിങ്ങളുടെ വെയിറ്റ് അടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡീഫോൾട്ടായിട്ട് ഇവിടെ നിന്ന് തന്നെ അത് ഫെച്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് വരുന്നത്. പിന്നെ അടുത്ത് കൺട്രി ഓഫ് ഒറിജിൻ കൊടുക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മുടെ ഇന്ത്യയിലും എല്ലാ കൺട്രീസിലും ഇപ്പം കൺട്രി ഓഫ് ഒറിജിൻ ഇവിടെ നിന്നാണ് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ മിക്ക ഇപ്പം ലോയിൽ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൊടുക്കണമെന്നാണ് അറിയത്തില്ല, പക്ഷേ ഇത് കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. പിന്നെ ഒരു HSN കോഡ്, ഇപ്പോൾ നിങ്ങളത് HS കോഡ് നിങ്ങൾക്ക് അത് ഓപ്ഷനിലാണ്. മേ ബി നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഈ എന്താ പറയുക ഒരു ക്രോസ് ബോർഡർ ഷിപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ HS കോഡും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, അത് ഇപ്പം നമ്മളിവിടെ ഇന്ത്യക്കകത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പുറത്തോട്ടൊക്കെ എക്സ്പോർട്ടിങ് പോകുന്ന രീതിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ HS കോഡും കൂടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്കൊരു പ്രോഡക്റ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രോഡക്റ്റ് ടൈപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ വെൻഡർ ഡീറ്റെയിൽസ് കൊടുക്കാം. വെൻഡർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് മൂവ് ചെയ്തിടാം. അല്ലെങ്കിൽ ഒരു വെൻഡർ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ്. ഓക്കെ, വെൻഡർ ഡീറ്റെയിൽസ് കൊടുക്കാം. വെൻഡർ ഡീറ്റെയിൽസ് നമ്മളെ സ്റ്റോറിൻ്റെ തന്നെ വെൻഡർ ഡീറ്റെയിൽ മേ ബി നിങ്ങളുടെ വെൻഡേഴ്സ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ആ വെൻഡേഴ്സിനെ ഇവിടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ആഡായി. ഇപ്പോൾ നിങ്ങളത് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ പ്രോഡക്റ്റ് പേജിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇവിടെ ആഡായി. ഡീഫോൾട്ടായിട്ട് ഒരു പ്രോഡക്റ്റ് ഇവിടെ ആഡായി. അപ്പോൾ ഇതേപോലെ നമുക്ക് വേറെയും പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ വേറെ ഒരു പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷൻസും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ വേറെയും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മീൻസ് ഇതേപോലത്തെ സെയിം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു ക്രിയേറ്റ് പ്രോഡക്റ്റ് കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രോഡക്റ്റ് നമ്മൾ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്, ഉമൺ വൈറ്റ് ടീഷർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കോപ്പി മാറ്റുക, എന്നിട്ട് മീഡിയ ഓഫ് ചെയ്യുക. നമുക്ക് ഡിഫറെൻറ്റ് വീഡിയോ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാക്ട്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് മീഡിയ ഓഫ് ചെയ്യുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ഉമൺ പ്രീമിയം കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇമേജസ് ആഡ് ചെയ്യുക. പേരൻസിന് ഇമേജസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരേപോലത്തെ ഉള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഈ ഓർഡേഴ്സിനകത്ത് വന്നതിന് ശേഷം ഇത് ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ് ആയാലേ നമ്മുടെ സ്റ്റോർ ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 പ്രോഡക്റ്റ്സ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 പ്രോഡക്റ്റ്സ് നമുക്ക് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഒരു കാറ്റഗറീസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു കാറ്റഗറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മെൻസിൽ തന്നെ മെൻസ് ടീഷർട്ട്, റൗണ്ട് നെക്ക് ടീഷർട്ട്, പോളോസ്, ഇങ്ങനെ നമുക്ക് പല കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കളക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആഡ് ഒരു കളക്ഷൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു വൈറ്റ് ടീസിൻ്റെ ഒരു കളക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കളക്ഷന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കളക്ഷൻ്റെ മാനുവൽ കൊടുക്കുക. മാനുവൽ കൊടുത്തിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ആക്ച്വലി നമുക്ക് പ്രോഡക്ട്സിലോട്ട് വന്നതിന് ശേഷം
നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ ഈ കളക്ഷനിലോട്ട് ആഡ് ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കളക്ഷനിലോട്ട് ആഡ് ടു കളക്ഷനിലോട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വൈറ്റ് ടീസിലോട്ട് കൊടുക്കുക. ഇപ്പോൾ എന്തായി, നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം ഈ കളക്ഷനിലോട്ട് ആഡ് ആയി. അപ്പോൾ ഈ കളക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൈറ്റ് ടീസിനകത്ത് ഉണ്ടോ 2 പ്രോഡക്റ്റ്സ് ആഡ് ആയത് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ്സ് വേണം മാനുവലി ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാം? അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പ്രോഡക്റ്റ്സ് ഇവിടെ ആഡായി പോവുകയാണ്. മേ ബി ഇപ്പം നമ്മളിപ്പോൾ 2 പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തു. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഒരു എക്സ്പോർട്ട് ചെയ്ത് ഒരു CSV ഫയലായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തിട്ട് സെലക്ട് 2 പ്രോഡക്റ്റ്സ് കൊടുക്കുക. അതിനുശേഷം ഇത് ഫസ്റ്റത്തെ എക്സ്പോർട്ട് ആസ് CSV ഫോർ എക്സൽ ഈ രീതി കൊടുക്കുക. എക്സ്പോർട്ട് പ്രോഡക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടെ എക്സ്പോർട്ടായി. പ്രോഡക്റ്റ് എക്സ്പോർട്ട് ക്ഷണിക്കുക. ഇത് അവിടെ സേവായി നിൽക്കും. ആക്ച്വലി ഇതേപോലെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു സ്റ്റോറിൽ വേണമെങ്കിൽ ഇതേ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ മേ ബി നിങ്ങളിപ്പോൾ ഒരു സ്റ്റോർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റോർ പോസ് ചെയ്യണമെന്ന് വയ്ക്കുമോ, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റോർ പോസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾ അപ്പോഴത്തേക്കും ഒരു ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് പ്രോഡക്ട്സ് ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന മുമ്പ് ആക്ച്വലി ഇതേപോലെ എല്ലാ പ്രോഡക്ട്സുകളും നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു സ്റ്റോർ തുടങ്ങുമ്പോൾ വീണ്ടും ഒന്നേന്ന് ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ആ പ്രോഡക്ട്സിനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അതോടെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങളിൽ ഇരിപ്പുണ്ട്. ഇതേപോലെ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോറിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു CSV ഫയലായിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത CSV ഫയൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അതിനൊരു ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഷോപ്പിഫൈയുടെ CSV ഫയലിൻ്റെ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഇൻക്ലൂഡിങ് ഇമേജസിന് ഉൾപ്പെടെ വേരിയൻറ്റ് ഇമേജസിന് ഉൾപ്പെടെ ഒരു ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫയൽസ് എല്ലാം വെച്ചത് ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് CSV ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ CSV ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ പ്ലാറ്റ്ഫോം, ഇമ്പോർട്ട് ഷോപ്പിഫൈ ഫോർമാറ്റ് CSV ഫയൽ, ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ പ്ലാറ്റ്ഫോം, നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇമ്പോർട്ട് അല്ല ഇമ്പോർട്ട് ഡാറ്റ ഫ്രം അതർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഇപ്പോൾ ഷോപ്പിഫൈ പോലെയുള്ള വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലുള്ള ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിൽ പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് WooCommerceലാണ് നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. WooCommerceലുള്ള പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഷോപ്പിഫൈയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അത് eBayയിലുള്ള പ്രോഡക്റ്റ് ആവാം, ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രോഡക്റ്റ് ആവാം, ഇൻസ്റ്റാഗ്രാം ഷോപ്പിലുള്ള പ്രോഡക്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അപ്ലോഡ് ഷോപ്പിഫൈ ഫോർമാറ്റ് CSV ഫയൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പോർട്ട് ചെയ്ത ഒരു ഫയൽ ഉണ്ടല്ലോ, അതേപോലെ ഒരു CSV വെച്ചതിന് ശേഷം അതിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആ CSV വെച്ചൊരു രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഇങ്ങനെ വേറൊരു സ്റ്റോറിലുണ്ടായിരുന്ന പ്രോഡക്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ CSV ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ഷോപ്പിഫൈയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളിൽ ഓൾറെഡി പ്രോഡക്ട്സുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് തന്നെ നമുക്ക് അതിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മേ ബി ഒരു ടൈം എടുക്കും, അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 minutes എടുക്കും അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വരാൻ. കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അത് നമ്മുടെ സ്റ്റോറിലോട്ട് പ്രോഡക്ട്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് തന്നെ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് നമുക്കത് പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രോഡക്ട്സ് ഇവിടെ ഞാൻ ആഡ് ചെയ്ത പ്രോഡക്ട്സ്, നേരത്തെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും എല്ലാ പ്രോഡക്ട്സും നമ്മൾ എക്സാക്ട്ലി ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു ഇമേജസ് എല്ലാം വെച്ചിട്ടാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രോഡക്ട്സിനൊന്നും സ്റ്റോക്ക് ഇല്ല, 0 ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാം കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൾക്ക് എഡിറ്റ് കൊടുക്കുക.
ബൾക്ക് എഡിറ്റ് വന്നതിന് ശേഷം ക്വാണ്ടിറ്റി ഓൺ ഹാൻഡ് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് ഒരു 100 കൊടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇത് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഷോപ്പിഫൈ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളൊരു കൈൻഡ് ഓഫ് നമുക്കൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിയില്ല. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് നമ്മളെ സ്റ്റോക്ക് എല്ലാം ക്ലിയർ ആയി. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പുതിയൊരു കളക്ഷൻ കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ്. അപ്പം ഫിറ്റ്നസ് ടീസ് എന്നൊരു ഡിസൈൻ ഞാൻ വെക്കുകയാണ്. ഒരു കളക്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം പ്രോഡക്ട്സിൽ പോയിട്ട് നമുക്ക് ഈ പ്രോഡക്ട്സ് ഫിറ്റ്നസിൻ്റെ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ആ കളക്ഷനിലോട്ട് ആഡ് ടു കളക്ഷനിലോട്ട് കൊടുക്കുക. ഫിറ്റ്നസ് ടീസ് കളക്ഷൻ വന്നില്ലേ? ഓക്കെ. അപ്പോൾ പ്രോഡക്ട്സിലോട്ട് പോയിട്ട് സെലക്ട് ചെയ്യുക, പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുക, ഫിറ്റ്നസിൻ്റെ എല്ലാം ആഡ് ടു കളക്ഷൻ കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം ഈ കളക്ഷനിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി പ്രോഡക്ട്സ് എല്ലാം ഇതേപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രോഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റോറിലുള്ള പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഏതെങ്കിലും സ്റ്റോർ ഉണ്ടെങ്കിൽ അതിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്ത് ഇതേപോലെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ കളക്ഷൻസും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റത്തെ നിങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ കാറ്റലോഗ്സ് എല്ലാം നിങ്ങൾ ഷോപ്പിഫൈയിൽ ആഡ് ചെയ്യാം. കാരണം നമ്മളത് ഡിസൈൻസ് നമ്മളുടെ കസ്റ്റമൈസേഷൻ പോകുന്ന മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്ട്സ് എല്ലാം ആഡ് ചെയ്യുക. പ്രോഡക്ട്സ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഹോം പേജ്, കളക്ഷൻ പേജ്, പ്രോഡക്റ്റ് പേജ്, ഇങ്ങനെ 3 പേജുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഏകദേശമുള്ള ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള ഏകദേശമുള്ള പണികൾ ഏകദേശം റെഡിയാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കളക്ഷൻസും അത്യാവശ്യം ആയിട്ടുണ്ട്. മേ ബി ഞാൻ 2-3 ഇപ്പോൾ ഒരു ഫോർ സേക്ക് ഇത് ഈ ഒരു വെബ്സൈറ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഉള്ള പ്രോഡക്ട്സിനെ തന്നെ മേ ബി 2-3 കളക്ഷൻസ് ആക്കി ഞാൻ മാറ്റി നിർത്തും. അതിനുശേഷം നമുക്ക് ഹോം പേജ്, കളക്ഷൻ പേജ്, പ്രോഡക്റ്റ് പേജ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി അങ്ങോട്ടുള്ള പാർട്ടുള്ളത് എങ്ങനെ അത് ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.